കൊറേ ആളുകൾ ഇതിന്റെ അടുത്ത് കോഴിനെ പറ്റി പഠിക്കാൻ വേണ്ടി കൊറേ ആളുകൾ വരുന്നുണ്ട്. അത് ലേഡീസ് ഇപ്പൊ മറ്റേ ലേഡീസ് ഒന്നും അങ്ങനെ കോഴിക്ക് ലേഡീസും നല്ല കോഴിയിലേക്ക് നമ്മൾ അന്യ നാട്ടിൽ നിന്ന് മുട കൊടുന്നിട്ട് നമ്മള് കഴിക്കാണ്. ഞാൻ എന്റെ ലക്ഷ്യം എന്താന്നറിയാം, നമ്മളെ പോലുള്ളവര് നമ്മളെ വീട്ടിൽ മുട്ടുണ്ടാക്കി കഴിക്കട്ടെ എന്നുള്ള ഒരു പ്രചോദനം കൂടി ആയിക്കോട്ടെ, നമ്മളൊരു മാതൃക ആയിക്കോട്ടെ. ലാഭമുണ്ട്, എനിക്ക് ലാഭമാണ്. എന്താ പറയാ, എനിക്ക് ഞാനിപ്പോ ഡെയിലി ഞാനൊരു 250 റുപ്യ ബുക്കിലടക്കാം ബാങ്കില്. മുട്ടമ്മന്നും കോഴിക്കുട്ടികളെയും ബുക്ക് 500 റുപ്യക്ക് വിറ്റാല് നാളെ കൊടുക്കാൻ ചെയ്യുന്ന 250 മാറ്റി. നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാല് ഗൾഫുകാരൊരു നാടാണ്. അപ്പൊ എല്ലാരും ഇതിക്കൊന്നും ഇറങ്ങൂല. അപ്പൊ എന്താ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എനിക്കിപ്പോ കോഴിയൊക്കെ വളർത്തിയിട്ടാണ് ജീവിക്കാനെന്ന്. അപ്പൊ ഞാൻ പറയല എന്താ, ഞങ്ങൾ പാരമ്പര്യമായി ഇപ്പൊ എല്ലാരും പറഞ്ഞത് ഓർമ്മ വരുന്ന കാലം മുതൽക്ക് ഇന്റെപ്പ പശു, എരുമ, പോത്ത്, ആടുകള്, കോഴികളൊക്കെ വളർത്തിനാരാ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉള്ളത് ആലനാട് പാറ സൂറാത്താന്റെ ഫാമിലാട്ടാ. 350 കോഴികളെ വളർത്തുന്ന, നാടൻ കോഴികളെ മാത്രം വളർത്തുന്ന, അതുപോലെ താറാവിനെ വളർത്തുന്ന ഫാമിലാണുള്ളത്. അപ്പൊ ഇവിടുത്തെ ഫാം ഇവിടെ വിൽപ്പനക്കുള്ള എന്തൊക്കെയാണെന്നുള്ള നമുക്ക് കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. സൂറാത്ത, ഇതിപ്പോ നിങ്ങൾ എത്ര കുറെ ആയിക്കണം അത് തുടങ്ങിയിട്ട്? 24 കഴിയാൻ പോവാണ് ഇപ്പൊ. 24 കൊല്ലായി. നമുക്ക് അതിന്റെ ആഘോഷം കഴിക്കണം. 25 എത്തുമ്പോൾ ആഘോഷം ഉണ്ടാവും. അന്ന് 25ാം വാർഷികത്തിന് നമുക്ക് ഒരു ഗിവ് അവേ കൊടുക്കും. ആർക്കെങ്കിലും കോഴികളെ ഫ്രീ കൊടുക്കുവോ? അത് ഞാൻ സുഖമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ചോദിച്ചുമ്പോ നമുക്കൊരു 4-5 കൊടുക്കാം കുഞ്ഞുങ്ങളെ. കൊടുക്കൂലേ? 25 വർഷം കഴിയുമ്പോഴേ കോഴികളെ മുട്ട കാര്യങ്ങളൊക്കെ വിൽപ്പന ഉണ്ട്. മുട്ട 5000 വരെയാണ് കൊടുക്കാന്. വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ 2 ഇൻക്യുബേറ്റർ വെച്ചിട്ട് വിരിച്ചിട്ടുണ്ട്. വിരിച്ചിട്ട് ഒന്ന് 60, ഒന്ന് 60, 75 വെക്കാം. ഞാൻ 2ലും 50 ഒക്കെ വെക്കലുള്ളൂ. സുഖമില്ലാത്തെന്ന് പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടാണ്? പല പ്രശ്നമുണ്ട്, കാലിന് പ്രശ്നമുണ്ട്, പല അസുഖങ്ങളുണ്ട്. കോഴികളെ ഇതൊക്കെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വേറെ വരില്ലേ? അത് കോഴികളെ നോക്കണം. ഈ ബർക്കത്തോണ്ട് നമുക്ക് അങ്ങനെ നടന്നു പോണ്. ടെൻഷൻ മാറും. ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എത്ര സുഖമില്ലാതെ നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് ഇവരെ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാവും, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. കോഴി, ചെടി ഇവക്കെ നമ്മള് പൂച്ച ഇവരൊക്കെ നോക്കിയ ബർക്കത്തുണ്ട്. പക്ഷെ അത് എനിക്ക് അനുഭവമാണേ. നമ്മള് ഏത് വലിയൊരു അസുഖത്തിന്റെ ഘട്ടത്തിൽ കൊണ്ട് പോയാലും അതിന്ന് കണ്ട് റിക്കവർ ചെയ്ത് കേറി വരുന്നു. അലർജി പ്രശ്നം ഞാൻ 17 കൊല്ലം ശ്വാസം മുട്ടലിന് ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷെ കോഴിക്കോട്ട് പോയിച്ചിട്ട് എനിക്ക് അലർജി ഒന്നുമില്ല. തീറ്റ ഞാന് പിന്നെ ബിരിയാണി വെച്ചെടുക്കും, അത് കൊടുക്കും. മറ്റു തീറ്റ നാടൻ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റകള്, പിന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റ് അതൊക്കെ ഞാൻ കൊടുക്കും. പച്ചക്കറി ബിരിയാണി എല്ലാം കൊടുക്കും. അതൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ഇവർക്ക് നല്ല ഒരു പച്ച, പിന്നെ നമ്മൾ എല്ലാതും കൂടി ചെല്ലുമ്പോ അവർക്ക് നല്ലൊരു ഇതാണല്ലോ. അപ്പൊ സ്വന്തം നമ്മള് പെരയിലും വെച്ച ചോറ് കൊണ്ടിട്ട് കൊടുത്താൽ അവർ തിന്നണില്ല. നമ്മളിപ്പോ ഇതൊക്കെ ഇവർക്ക് ഇതില് ടേസ്റ്റ് കണ്ടേ. പിന്നെ ഞാൻ ഇതിൽ എന്താ ചെയ്യാറിയ, നെയ്യ് ഇട്ടാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഒരു കുപ്പി സുർക്കണ്ട് ഒഴിച്ചു ആ ചെമ്പ് ബിരിയാണിയിൽ. നെയ്യ് ഇട്ടൂല എന്നാണ് പറയുന്നത്. അത്യാവശ്യം കിട്ടുന്നുണ്ട്. മുട്ട എനിക്ക് വിൽക്കാൻ കഴിയണില്ല. ഇപ്പൊ ആഴ്ചകളോളം പറയണ ഒരാൾക്ക് മുട്ട കൊടുക്കണം. ഇപ്പൊ ഇന്ന് ചോദിച്ച ആൾക്ക് അടുത്ത ആഴ്ചയിലൊക്കെ കൊടുക്കാൻ, അടുത്ത ആഴ്ചയിൽ കൊടുക്കാൻ ആവണില്ല. കുഞ്ഞുങ്ങള് വിരിഞ്ഞ അപ്പ സെയിലുണ്ട്. നാടൻ കോഴി, ഫയോമിന്റെ കുഞ്ഞുങ്ങൾ. ഫയോമി കോഴിപ്പിന്റെ ഒക്കെ സ്റ്റോക്ക് ഇല്ല. ഞാൻ ഫയോമിനെ പിന്നെ വളർത്തുന്ന ആൾക്കാരൊക്കെ മുട വാങ്ങും. മുട വാങ്ങിയിട്ട് ഞാൻ വിരിയിച്ചു ഫയോമി. കോഴിമുട്ട ഇപ്പൊ കടയില് 7 റുപ്യ റേറ്റ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള കോഴി. ഈ മുട്ടത്ത് നമ്മളെ ലെയർമാഷ് കൊടുത്തിട്ടില്ല അല്ലെ, മുട്ടത്തീറ്റ കൊടുത്തിട്ടില്ല, കൂട്ടിലിട്ട് വളർത്തിയുള്ള കോഴി. അപ്പൊ ഇവിടെ കോഴിമുട്ടക്ക് എത്ര കൊടുക്കുന്നത്? ഞാൻ ഇതുവരെ 10 കൊടുത്തിരുന്ന. പിന്നെ ഈ ആഴ്ച പിന്നെ ലോകമുട്ടക്ക് വില കയറി. അപ്പൊ നമ്മളെ നാടൻ മുട്ടക്ക് എന്നും 10 അല്ലേ. ആ 10 നമുക്ക് മാറ്റം വരുത്തി. ഇപ്പൊ വിരിക്കാനുള്ള മുട്ട 12നും. പിന്നെ നമ്മൾ ഈ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ കൊണ്ടുപോകണ്ടിണ്ടാക്കണം. ഓർക്കൊക്കെ ഞാൻ 11 വെച്ചിട്ടപ്പോ കൊടുക്കണം. മുതലാവില്ല. എന്നാലും മുതലാവില്ല. ഞാൻ അങ്ങനെ പരിശ്രമിക്കും. 15 അറിയുമ്പോ ആൾക്കാർ പിന്നെ കിട്ടലും. കൊടുക്കുന്നത് പച്ചക്കറി, പിന്നെ മറ്റു ധാന്യങ്ങളും എല്ലാം കൂടെ കൊടുത്തിട്ടാണ്. പിന്നെ കോഴികളെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ അതിനെ കുറച്ച് വിറ്റാമിൻ ഉണ്ടാവില്ല. വിറ്റാമിൻ ഉണ്ടാവും. വിറ്റാമിൻ നമ്മുടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചാച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് അത് വേറെ കൊടുക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ വിറ്റാമിൻ ഇല്ല. ഇപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ കൂടുതൽ ഡോക്ടർമാരാണ് ഇപ്പൊ കൂടുതൽ മേടിക്കണത്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇന്ന ആൾക്കാർ തിരിച്ചറിയല്ലോ ഇപ്പൊ എവിടെ ചെന്നാലും. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ കോഴിയൊക്കെ വളർത്തുന്ന ഒരാൾ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ
പിന്നെ വളാഞ്ചേരി ചെന്നപ്പോ എന്നോട് കുറച്ച് മുട്ട എത്തിച്ചു തരുവാണ്. അപ്പൊ ഒരു ഡോക്ടർ വാങ്ങിയത്. ഇപ്പൊ ഒരു 5-6 ഡോക്ടർമാർ ഒന്നിച്ച് ബുക്ക് ചെയ്യാണ്. അത് ഒരു സിസ്റ്ററാണ് വാങ്ങി വെക്കുക. അത് അവരപ്പോ പൈസ ഗൂഗിൾ പേ ചെയ്ത് തരും. അതേമാതിരി ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയാലും അത് അങ്ങനെ തന്നെ. അത് ഒരാൾക്ക് കിട്ടി കണ്ടാല് ആവശ്യക്കാരാണ്. ബാങ്കിന് ഞാൻ ഒരു പ്രാവശ്യം ഒരാൾ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആഴ്ചയിൽ ഓൾക്ക് 2-3 ആൾക്ക് വേണം. അങ്ങനെ ഓരോരുത്തരും ഒരു പ്രാവശ്യം നമ്മളൊക്കെ വാങ്ങി പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒക്കെ ഒരാഴ്ച ഗ്യാപ്പ് പറയണം ഇപ്പൊ എല്ലാരോടും. ലോകം അറിഞ്ഞത് ലത്തീഫിന്റെ ഒരു വീഡിയോ ആണ്. അത് എത്ര ലക്ഷങ്ങൾ കണക്കിന് ആളുകൾ കണ്ടും ചെയ്തു. ആ വീഡിയോ കണ്ടിക്കണ്. പിന്നെ എന്നോട് അറിയാൻ ഞാൻ എവിടെ ചെന്നാലും ഞാൻ അറിഞ്ഞ കോയി നിങ്ങൾ ആദവരാനുള്ള സൂറാത്തല്ലെന്ന് ചോദിക്കുന്നോട് എല്ലാവരും. ഇപ്പൊ പിന്നെ ഇപ്പൊ കുറേ യൂട്യൂബർമാരും വന്നിട്ട് ഇപ്പൊ പറയണ്ട എനിക്കൊരു 20 നേരം വിളിച്ചാല് ഒരു 50-60 കോള് ഞാൻ അറ്റൻഡ് ചെയ്യോ എത്രയോ എടുക്കാതെയും വരുന്നുണ്ട് ആൾക്ക്. അപ്പൊ നമ്മൾ ഓരോ തിരക്കിലേക്കാറ്. അപ്പൊ നമ്മള് കാണൂല. പിന്നീട് ഞാൻ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒരു 11:30 പിന്നെ ഇടയില് 6-ന്റെ ഇടയില് കുറച്ച് ഞാൻ ഉറങ്ങണതിന്റെ മുന്നായിട്ട് ഈ വിളിച്ചവർക്കൊക്കെ ഉറങ്ങുന്ന സമയം ആവണതിന്റെ മുന്നൊക്കെ 9 മണിന്റെ ഉള്ളില് തിരിച്ചു വിളിച്ചു. നിങ്ങൾ എന്തിനാ വിളിച്ചു ചോദിച്ചത്? അപ്പൊ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല, കോഴിക്കായിരുന്നു, കോഴിമുട്ടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സൂറാത്തന്റെ ഫാം കുറഞ്ഞു. ബാക്കി നമുക്ക് പിന്നെ കാണാം. സൂറാത്തങ്ങൾ കൊടുക്കണ മുട്ട അപ്പൊ നമ്മള് പറഞ്ഞല്ലോ ഇപ്പൊ വിറ്റാമിൻ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു കോഴിന്റെ ഇതൊക്കെ കൊടുക്കണത്.